എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ മാസം 28-ാം തീയതി. ഇന്ന് OTT റിലീസായതും ഇനി റിലീസാകാൻ പോകുന്ന മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ഒരു മലയാളം മൂവിയാണ് അനന്തതയിലേക്ക്. AV അനൂപ്, ദിൽഷ പ്രസന്നൻ, സീനത്ത് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയൊരു ഇൻഡിപെൻഡന്റ് ഇമോഷണൽ ഡ്രാമ ഫിലിമാണ് അനന്തതയിലേക്ക്. ഒരു ഡോക്ടറുടെ ജീവിതവും അയാൾ നേരിടുന്ന ചില സങ്കീർണമായ മാനസിക സാമൂഹ്യ പ്രശ്നങ്ങളുമാണ് കഥയുടെ പ്രധാന കാതൽ. ഈ മൂവി ഇപ്പോൾ മനോരമ മാക്സിലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് ഡയറക്റ്റ് OTT റിലീസ് ചെയ്യുന്ന ഒരു തെലുങ്ക് മൂവിയാണ് ഹാങ്മാൻ. ബ്രഹ്മാജി റാവു, വിഹാൻ, കമ്രാൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയൊരു ക്രൈം, മിസ്റ്ററി, സസ്പെൻസ്, ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമാണ് ഹാങ്മാൻ. വിഹാനാണ് ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് സൺ നെക്സ്റ്റ് ആണ്. ജൂലൈ മാസം 3-ാം തീയതി മുതൽ പാൻ ഇന്ത്യൻ ഭാഷകളിൽ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത മലയാളം മൂവി മോളിവുഡ് ടൈംസ്. അഭിനവ് സുന്ദർ നായക്കാണ് ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത്. നെസ്ലിൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഈ സിനിമ ഒരു സൈക്കോളജിക്കൽ ഡാർക്ക് കോമഡി ചിത്രമാണ്. ആഷിഖ് ഉസ്മാൻ നിർമ്മിച്ച ഈ സിനിമയിൽ നെസ്ലിനെ കൂടാതെ ഷറഫുദ്ദീൻ, സംഗീത് പ്രതാപ്, റോഷൻ ഷാനവാസ്, ഗോപിക രമേശ്, വിനീത് ശ്രീനിവാസൻ, ബേസിൽ ജോസഫ് എന്നിങ്ങനെ ഒരു വലിയ താരത്തെ തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ജൂലൈ മാസം 3-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്കു, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. ഇതൊരു ഇംഗ്ലീഷ് സർവൈവൽ ഹൊറർ ത്രില്ലർ മൂവിയാണ് ഹംഗ്രി. കുറച്ച് വിനോദസഞ്ചാരികൾ അഡ്വഞ്ചറിനായി അപകടം നിറഞ്ഞ ഒരു ചതുപ്പ് നിലത്തിലൂടെ ബോട്ട് യാത്ര ചെയ്യുകയും ഈ യാത്രക്കിടയിൽ ഇവർ വലിയൊരു ചതുപ്പിൽ വഴിതെറ്റി ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യുന്നു. ഈ ചതുപ്പിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടകാരിയായ ഹിപ്പോപ്പൊട്ടാമസ് ഇവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതും തുടർന്ന് തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഈ വിനോദസഞ്ചാരികൾ നടത്തുന്ന അതിജീവന പോരാട്ടവുമാണ് സിനിമയുടെ പ്രധാന പ്രമേയം. 1 മണിക്കൂർ 30 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോസ് ആണ്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ റെന്റ് ഓർ ബൈ ഓപ്ഷനിൽ പാൻ ഇന്ത്യൻ ഭാഷകളിൽ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഇതൊരു മലയാളം വെബ് സീരീസ് ആണ് മുത്തശ്ശി. പുരാതനമായ ആചാരങ്ങളും ശാപങ്ങളും നിറഞ്ഞ ഈ ഗ്രാമത്തിൽ അമാനുഷിക ശക്തികളുടെ പിടിയിലകപ്പെടുന്ന മകനെ രക്ഷിക്കാനുള്ള ഒരു അമ്മയുടെ പോരാട്ടമാണ് ഈ സീരീസിന്റെ പ്രധാന ഇതിവൃത്തം. ഈ മലയാളം ഒറിജിനൽ ഹൊറർ മിസ്റ്ററി വെബ് സീരീസ് C5 ജൂലൈ മാസം 3-ാം തീയതി OTT സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് പ്രശസ്ത ബോളിവുഡ് സംവിധായകൻ രാജ്കുമാർ ഹിറാനി നിർമ്മിച്ച ഒരു പുതിയ സൈബർ ക്രൈം കോമഡി ഡ്രാമ വെബ് സീരീസ് ആണ് പ്രിതം ആൻഡ് പെഡ്രോ. ഗോവയുടെ പശ്ചാത്തലത്തിലാണ് ഈ കഥ നടക്കുന്നത്. തികച്ചും വ്യത്യസ്തരായ 2 പോലീസ് ഉദ്യോഗസ്ഥർ ഒരുമിച്ച് ഒരു കേസ് അന്വേഷിക്കേണ്ടി വരുന്നതാണ് ഈ സീരീസിന്റെ പ്രധാന പ്രമേയം. അവിനാഷ് അരുൺ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അർഷാദ് വാർസി, വിക്രാന്ത് മാസി, വീർ ഹിറാനി, ബൊമ്മൻ ഇറാനി, മോന സിംഗ് എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. സഞ്ജയ് ദത്ത് അതിഥിവേഷത്തെത്തുന്ന ഈ സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ജൂലൈ 3 മുതൽ ഹിന്ദി, തമിഴ്, തെലുങ്കു, മലയാളം, മറാത്തി എന്നീ ഭാഷകളിൽ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് കറക്കം. ശ്രീനാഥ് ബാസി, ഫെമിന ജോർജ് എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. സുഭാഷ് ലളിത സുബ്രഹ്മണ്യൻ സംവിധാനം ചെയ്ത ഒരു മ്യൂസിക്കൽ ഹൊറർ കോമഡി ചിത്രമാണ് കറക്കം. ഒരു ലോഡ്ജിന്റെ പശ്ചാത്തലത്തിലാണ് സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഒരു ന്യൂ ഇയർ പാർട്ടിയിൽ ഉണ്ടാകുന്ന അടിപിടിക്ക് ശേഷം ധനുഷും കാജായും ചേർന്ന് പേടിച്ചോടുന്നത് തൊട്ടടുത്തുള്ള ഒരു പള്ളി സെമിത്തേരിയിലേക്കാണ്. മദ്യലഹരിയിൽ ഇവർ 5 കുരിശുകൾ മണ്ണിൽ നിന്ന് വലിച്ചൂരുന്നു. ഇതുമൂലമുണ്ടാകുന്ന സംഭവവികാസങ്ങളാണ് ഈ സിനിമയുടെ പ്രധാന ഇതിവൃത്തം. സോണി ലിവ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജൂലൈ മാസം ഫസ്റ്റ് വീക്കോടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു തെലുങ്ക് മൂവിയാണ് മാ ഇന്ദി ബംഗാരം. സാമന്ത റൂത്ത് പ്രഭു പ്രധാന വേഷത്തിലെത്തിയ ഈ ആക്ഷൻ ഫാമിലി ഡ്രാമ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത് നന്ദിനി റെഡ്ഡിയാണ്. ഭർത്താവിന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ ആയുധമെടുക്കുന്നൊരു സാധാരണ വീട്ടമ്മയുടെ കഥയാണ് ഈ സിനിമയുടെ പ്രധാന ഇതിവൃത്തം. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജൂലൈ മാസം ലാസ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസം ഫസ്റ്റ് വീക്കിലോ OTT സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു തെലുങ്ക് മൂവിയാണ് പെഡ്ഡി. ബുച്ചി ബാബു സനയുടെ സംവിധാനത്തിൽ രാം ചരൺ കേന്ദ്ര കഥാപാത്രമായി എത്തിയൊരു സ്പോർട്സ് ആക്ഷൻ ഡ്രാമ ചിത്രമാണിത്. ജാൻവി കപൂർ, ശിവരാജ് കുമാർ, ജഗപതി ബാബു, ദിവ്യേന്ദു, ബോമൻ ഇറാനി എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഏകദേശം ഈ മൂവിയുടെ ബഡ്ജറ്റ് വരുന്നത് 350 കോടി രൂപയാണ്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. പാൻ ഇന്ത്യൻ ഭാഷകളിൽ ജൂലൈ മാസം 2-നും 19-നും ഉള്ളിൽ OTT സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് കുണ്ടലപുരാണം. സന്തോഷ് പുതുക്കുന്ന് സംവിധാനം ചെയ്ത് 2024 പുറത്തിറങ്ങിയൊരു കോമഡി ഡ്രാമ ഫിലിമാണ് കുണ്ടലപുരാണം. ഇന്ദ്രൻസ്, രമ്യ സുരേഷ്, ദിനേഷ് പ്രഭാകർ, ബാബു അന്നൂർ, ഉണ്ണിരാജ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. ചൈനാപ്ലേയിലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു അമേരിക്കൻ സർവൈവൽ ഹൊറർ ചിത്രമാണ് ദയതി. അലാസ്കയിലെ മഞ്ഞുമലകളിൽ കാണാതായ അച്ഛനമ്മമാരെ തിരക്കി പോകുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരെ വേട്ടയാടുന്ന ഭീകരമായ ഒരു പ്രാചീന ജീവിയുമാണ് ഈ സിനിമയുടെ പ്രധാന ഇതിവൃത്തം. ബ്രിട്ടാനി അലൻ, എറിക് നെൽസൺ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ അവതരിപ്പിക്കുന്നത്. ജീൻ ഗലറാനോ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ലയൺസ്ഗേറ്റ് പ്ലേ ആണ്. ലയൺസ്ഗേറ്റ് പ്ലേയിലൂടെ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ OTT സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു ഡോക്യുമെന്ററി സീരീസ് ആണ് ഇൻ ദ ഐ ഓഫ് ദ സ്റ്റോം. സീസൺ 4 ഭൂകമ്പം, ചുഴലിക്കാറ്റ്, പ്രളയം, കടുത്ത മഞ്ഞുവീഴ്ച തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളിൽ അകപ്പെട്ടു പോകുന്ന സാധാരണക്കാരായ ആളുകൾ തങ്ങളുടെ മൊബൈൽ ഫോണുകളിലും സെക്യൂരിറ്റി ക്യാമറകളിലും പകർത്തിയ യഥാർത്ഥ ദൃശ്യങ്ങളാണ് ഈ സീരീസിൽ കാണിക്കുന്നത്.
ആ ദുരന്തങ്ങളിൽ അകപ്പെടുമ്പോൾ അനുഭവപ്പെടുന്ന ഭയവും അതിജീവനത്തിനായുള്ള പോരാട്ടവും ആ സമയത്ത് അവിടെ സംഭവിച്ച കാര്യങ്ങളുമാണ് ഈ സീരീസിൽ കാണിക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ബാലൻ ദി ബോയ് എന്ന ചിത്രത്തെക്കുറിച്ചുള്ള അപ്ഡേഷനാണ്. ആവേശം, രോമാഞ്ചം എന്നീ ചിത്രങ്ങളുടെ സംവിധായകനായ ജിത്തു മാധവനാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഈ സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം ഒരമ്മയും മകനും തമ്മിലുള്ള വൈകാരിക ബന്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് C5ഉം സാറ്റലൈറ്റ് റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് സി കേരളവുമാണ്. ഓഗസ്റ്റ് മാസം പകുതിയോടെയാണ് ഈ മൂവിയുടെ OTT റിലീസ് പ്രതീക്ഷിക്കുന്നത്.